Hello dear students, welcome to another part of our mathematics. Today we are going to discuss indefinite integral properties discuss indefinite integrals properties discuss adu kazhinjittu aa property umai base cheyidittulla problems ee oru topic kazhinjal pinne ningalkkullathu first principle aanu adu kazhinjal nammale integrals ennu parayuna valiyoru chapter namukku complete aayi appo nokka nammal first definite integral solve ചെയ്യുന്ന രീതി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡെഫിനിറ്റ് ഇന്റഗ്രൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി വരുന്നതാണ് ഇങ്ങനെ വരുന്ന വലിയ വലിയ പ്രോബ്ലംസ്. അതിന് നമുക്ക് എന്ത് വെച്ച് കണ്ടെത്താം? പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താം. പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കണ്ടെത്തുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പ്രോപ്പർട്ടി 4 and 5 നമ്മൾ വിളിക്കുന്ന പേര് ജസ്റ്റ് കിങ്സ് പ്രോപ്പർട്ടി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക എന്ന് പറഞ്ഞിരുന്നു. അവിടെ നമ്മളൊരു പുതിയൊരു മോഡൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ മോഡലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സ്റ്റെപ്പ് ഇല്ലാണ്ട് നമുക്ക് ആൻസർ ആക്കുകയും ചെയ്യാം. അതും ഞാൻ പറയാം. അതോടൊപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ വായിക്കാട്ടോ. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇവാലുവേറ്റ് ദ ഫോളോവിങ് പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ 1 to 2 root x dx all divided by root of 3 minus x plus root x. അടുത്ത ക്വസ്റ്റ്യൻ pi by 6 to pi by 3 root cos x dx all divided by root cos x plus root sin x. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ഇന്റർവെൽ ആണ്. Integral of pi by 6 to pi by 3 dx all divided by 1 plus root tan x then etc. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിലുള്ള 90% പ്രോബ്ലംസ് നമുക്ക് വരുന്നത് പ്രോപ്പർട്ടി 4 ആൻഡ് പ്രോപ്പർട്ടി 5 ആണ്. അപ്പോൾ ഞാൻ അവിടെ P5 P4 എന്നിങ്ങനെ എഴുതുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പറയാറ് കിങ്സ് പ്രോപ്പർട്ടി എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് പ്രോപ്പർട്ടി 4ഉം 5 ആണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. Integral of 1 to 2 root of dx all divided by root of 3 minus x plus root x എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നോക്കേട്ടാ, ഇതിന് നമുക്ക് ആൻസർ ആകുന്ന രീതി നോക്കാം. ഇതാ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് സങ്കല്പിച്ചു. എ എന്ന് പറഞ്ഞാൽ ബി, എ എന്ന് പറഞ്ഞാൽ 1, ദെൻ ബി ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ നോക്കാം, എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 ദാറ്റ് ഈസ് 3 മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 3 മൈനസ് എക്സ് എന്ന് പറഞ്ഞാലോ 3 മൈനസ് എക്സ് റൂട്ട് ഓഫ് 3 മൈനസ് എക്സ് അല്ലേ? ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ റൂട്ട് എക്സ് ആയി എടുക്കുകയാണെങ്കിൽ നോക്കാം, എഫ് ഓഫ് എക്സ് കിട്ടി, എഫ് ഓഫ് 3 മൈനസ് എക്സ് അതായത് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3 മൈനസ് എക്സ്. അപ്പോൾ ഈ ഇന്റഗ്രന്റിന്റെ മുഴുവൻ മോഡൽ എങ്ങനെയാണ്? ഇന്റഗ്രൽ ഓഫ് എ ടു ബി ഇത് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് പ്ലസ് വീണ്ടും എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ ഉണ്ടാവുക? ബി മൈനസ് എ ബൈ 2 ആണ് ഉണ്ടാവുക. ബി മൈനസ് എ ബൈ 2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 1 ബൈ 2 ദാറ്റ് ഈസ് 1 ബൈ 2 ബിക്കംസ് ആൻസർ. ഇതിന്റെ ആൻസർ ഉണ്ടാവുന്നത് 1 ബൈ 2 ആണ്. ഇതാണ് നിങ്ങൾക്ക് ആൻസർ തെറ്റോ ശരിയോ എന്നൊക്കെ കണ്ടെത്താം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് എക്സാമിന് 1 മാർക്കിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അതല്ല ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ 2-3 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ കൺസെപ്റ്റ് ബേസ് ചെയ്ത തിയറിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കാട്ടോ, ഇതിന് ആൻസർ ആക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ എഴുതി ഗിവൺ ഇന്റഗ്രൽ 1 to 2 root x dx all divided by root of 3 minus x plus root x. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി 3 ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പ്രോപ്പർട്ടി 3 ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. ഇതാണ് നമ്മളെ പ്രോബ്ലം. ഇന്റഗ്രൽ 1 to 2 root x dx all divided by root of 3 minus x plus root x എന്ന മോഡലാണ് നമ്മളുടെ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിനെടുത്തു ലെറ്റ് I ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 root x dx all divided by root of 3 minus x plus root x. ഓക്കെ അല്ലേ? ഇതിനെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇക്വേഷൻ നമ്പർ 1 എന്നൊക്കെ അപ്ലൈ ചെയ്തു. നോക്കേണ്ടത് ക്വസ്റ്റ്യൻ എന്താണോ അതിന് ഞാൻ ഐ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഐനെ ഞാൻ മാറ്റി എഴുതും ബൈ പ്രോപ്പർട്ടി 4. ഏത് പ്രകാരം ഞാൻ മാറ്റി എഴുതും? പ്രോപ്പർട്ടി 4 പ്രകാരം മാറ്റി എഴുതും. അപ്പൊ പ്രോപ്പർട്ടി 4 എന്താ ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതി വെക്കാം. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ അതിന്റെ വാല്യൂ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സിന് ഈക്വൽ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പ്രോപ്പർട്ടി 4 പറയുന്നത് അല്ലെ? പ്രോപ്പർട്ടി 4 പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് അല്ലേ? അപ്പൊ നോക്കിക്കോ, ഐ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ മാറ്റും. ഐ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1 to 2 ഇന്റഗ്രൽ ഓഫ് 1 to 2 എന്ന് പറയുന്ന ഈ ഐനെ ഞാൻ മാറ്റുകയാണ്. ദാറ്റ് ഈസ്
ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതിനെ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് എഴുതാലോ. അപ്പൊ ശ്രദ്ധിച്ചോ, മാറ്റി എഴുതുന്നത് നോക്കിക്കോ. പ്രോപ്പർട്ടി 4 പ്രകാരം ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ ഈക്വൽ ടു എത്രയാണ്? എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 2. എഫ് ഓഫ് എക്സ് ഇവിടെ മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇത് എഴുതുമ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് കാണുന്നത് ഈ വലിയ വാല്യൂ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് ഇവിടെ നമ്മൾ ഷോർട്ട് ട്രിക്കിൽ ചെയ്ത് നോക്കണ്ട. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ വലിയ ഇന്റഗ്രന്റ് ആണ് കേട്ടോ. അപ്പൊ വലിയ ഇന്റഗ്രന്റ് നമ്മൾ എക്സ് കാണുന്നിടത്തൊക്കെ എന്ത് കൊടുത്തു? എ പ്ലസ് ബി മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 മൈനസ് എ പ്ലസ് ബി 3 മൈനസ് എ പ്ലസ് ബി മൈനസ് എക്സ് അങ്ങനെയല്ലേ? എ പ്ലസ് ബി മൈനസ് എക്സ് എക്സ് കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക? എ പ്ലസ് ബി മൈനസ് എക്സ് കൊടുക്കുക. അതന്നെയല്ലേ പ്രോഗ്രാം? പ്ലസ് റൂട്ട് ഓഫ് അടുത്തത് എക്സ് കാണുന്നിടത്ത് എ പ്ലസ് ബി മൈനസ് എക്സ്. ഓക്കെ അല്ലേ? ഐ ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എക്സ് ഐ ഈക്വൽ ടു 1 to 2 3 മൈനസ് എക്സ് റൂട്ട് ഓഫ് 3 മൈനസ് എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇവിടെ പറ. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 മൈനസ് 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3 ഈ മൈനസ് മൈനസും പ്ലസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3 മൈനസ് എക്സ്. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 റൂട്ട് ഓഫ് 3 മൈനസ് എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 3 കട്ടായി പോയി ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 3 മൈനസ് എക്സ്. ഓക്കെ ആണല്ലോ? ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നിങ്ങനെ കൺസിഡർ ചെയ്താൽ ഈ രണ്ട് ഇക്വേഷൻസും സെയിം ആണല്ലോ. രണ്ട് ഇക്വേഷൻസിനെയും ഐ എന്ന് പറയുന്നതിനെ മാറ്റി എഴുതിയതല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് ആഡ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടി ആഡ് ചെയ്തു. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാലും ഐ ആണ്, ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാലും ഐ തന്നെയാണ്. നോക്കട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ബേസിക് കറക്റ്റ് ആക്കി. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എഴുതുന്നത് നോക്കുക. ഐ പ്ലസ് ഐ ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡ് ഐ പ്ലസ് ഐ എന്നായി മാറി. അതിന്റെ റൈറ്റ് സൈഡ് ഇന്റഗ്രൽ ഓഫ് 1 to 2 ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഓക്കെ അല്ലേ? 3 മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. അടുത്തതായിട്ട് എഴുതി പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 to 2 രണ്ടാമത്തത് റൂട്ട് ഓഫ് 3 മൈനസ് എക്സ് ഡി എക്സ് വോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 3 മൈനസ് എക്സ്. ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? രണ്ടും കൂടി ആഡ് ചെയ്ത് നേരിട്ട് ആൻസർ എഴുതി. ഐ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ 2i ഈക്വൽ ടു എടാ ഇത് രണ്ടും സെയിം ഇന്റഗ്രന്റ് ആയതുകൊണ്ട് ഞാൻ ഒറ്റ ഇന്റഗ്രന്റ് ആക്കി എഴുതാട്ടോ. നോക്കിക്കോ, ദാറ്റ് ഈസ് 1 to 2 ഇങ്ങനെ നമുക്ക് എഴുതാം. ഇന്റഗ്രന്റിനെ സ്പ്ലിറ്റ് ചെയ്ത മോഡലാണ് ഇത്. സ്പ്ലിറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് ക്ലബ് ആക്കി എഴുതാം. നമ്മൾ ഇപ്പൊ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി എന്ന മോഡലാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് ജി എന്നുള്ള ഒരു മോഡൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർട്ടി. അതായത് അഡീഷൻ മോഡലിൽ കുറെ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ ഒരുമിച്ച് എഴുതാം. നോക്കട്ടാ, റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 3 മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. അടുത്തത് പ്ലസ് റൂട്ട് 3 മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് കേട്ടാ, എല്ലാം ക്ലബ് ചെയ്തു. ഇനി റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 3 മൈനസ് എക്സ്, റൂട്ട് എക്സ് റൂട്ട് 3 മൈനസ് എക്സ്. ഇവിടെ നോക്കാം, ഈ രണ്ട് ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ല. രണ്ട് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം? ഒറ്റ ഡിനോമിനേറ്ററിലെ ന്യൂമറേറ്ററിനെ മാത്രം ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യും. 1 to 2 2i ലെഫ്റ്റ് സൈഡിൽ 2i ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 3 മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ. നോക്കാം, ഇത് രണ്ട് ഡിനോമിനേറ്റർ സെയിം തന്നെയല്ല. റൂട്ട് 3 മൈനസ് എക്സ് പ്ലസ് എക്സും റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 3 മൈനസ് എക്സും സെയിം അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എഴുതി 3 മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഓക്കെ ആണോ നോക്കട്ടാ? ഇൻറ്റു ഡി എക്സ്. ഇത് രണ്ടും സെയിം വാല്യൂ അല്ലേ? രണ്ടും പ്ലസ് ആണ്, സെയിം വാല്യൂ കട്ടായി. That is 2i equal to integral of 1 to 2 1 dx. Integral of 1 to 2 1 dx എന്നായി മാറി. Integral of 1 to 2 1 dx എന്ന് എഴുതി. That is equal to 2i equal to integral of x dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x from 1 to 2. 2i equal to upper limit apply ചെയ്യും. That is 2 minus 1. 2 minus 1 that is I see 2i is equal to 2 minus 1 1. That becomes answer becomes I equal to 1 by 2 is the right answer. 1 by 2 എന്നുള്ളത് റൈറ്റ് ആൻസർ ആണ്. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ ഇത്ര സ്റ്റെപ്പ് ചെയ്ത് കൺസെപ്റ്റ് ബേസ് ചെയ്ത് നമ്മൾ ചെയ്തു. കൺസെപ്റ്റ് അല്ലാണ്ട് ഒരു പുതിയൊരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ ദാറ്റ് ഈസ് 2 - 1/2 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡാണ്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ രൂപത്തിൽ ചെയ്തിരിക്കണം ആൻസർ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. അപ്പോൾ 1, 2, 3 മാർക്കിനൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് മിസ്സാവും. അപ്പോൾ ആൻസർ കൊളാക്കരുത് കേട്ടോ. ആൻസർ അവിടെ ഇങ്ങനെ ഒന്ന് എഴുതിയിട്ട് കൊളാക്കി മാറ്റരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ ഓഫ് π/6 to π/3 റൂട്ട് cos x dx ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് cos x പ്ലസ് റൂട്ട് sin x. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അല്ലേ. ബൈ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. π/6 പ്ലസ് π/3 അല്ലേ. ഇപ്പൊ 6 ഇവിടെ 2π പ്ലസ് π എന്ന് പറഞ്ഞാൽ 3π/6 3π/6 എന്ന് പറഞ്ഞാൽ π/2 ഇതാ കിട്ടി അല്ലേ. ഇവിടെ നേരിട്ട് കൊടുക്കുമ്പോൾ cos x നെ f of x നമ്മൾ ചുമ്മാ cos x ആക്കി ഒന്ന് നോക്കുക. ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ നോക്കുക π/2 ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ π/2 അപ്പോൾ π/2 മൈനസ് എക്സ് ദാറ്റ് ഈസ് റൂട്ട് കോസ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ sin x. അതാണ് ഇവിടെ ഉള്ളത്. ആൻസർ ബിക്കംസ് b മൈനസ് a/2 b മൈനസ് a/2 ഇങ്ങനെയാണ് ആൻസർ ഉണ്ടാവുക അല്ലേ. b മൈനസ് a/2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2π/6 2π പ്ലസ് 1π എന്ന് പറഞ്ഞാൽ π/6 ഹോൾ ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു π/12 ആണ് ആൻസർ ഉണ്ടാവുക. π/12 ബിക്കംസ് ആൻസർ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് കറക്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ചെയ്യാം. നോക്കട്ടോ π/12 നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതേ ആൻസർ തന്നെയാണ് നമുക്ക് അവിടെ കിട്ടാൻ നോക്കാം. അതിനു വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ലെറ്റ് I equal to integral π/6 to π/3 root cos x into dx all divided by root cos x plus root sin x root cos x plus root sin x ഇതാണ് I എന്ന് പറഞ്ഞ. ഓക്കെ അല്ലേ. I equal to equation number 1 I equal to integral of π/6 to π/3 root cos x dx all divided by root cos x plus root sin x ആയി മാറി into dx. നോക്കിക്കോട്ടാ. ബൈ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബൈ പ്രോപ്പർട്ടി 4. അപ്പോൾ പ്രോപ്പർട്ടി 4 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of a plus b minus x dx ന് ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രോപ്പർട്ടി 4 പറയുന്നത്. ഈ പ്രോപ്പർട്ടി 4നെയാണ് നമ്മൾ കിങ്സ് പ്രോപ്പർട്ടി എന്നൊക്കെ വിളിക്കുന്നത്. കിങ്സ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രോപ്പർട്ടി 4 ഉം 5 ആണ്. പ്രോപ്പർട്ടി 5 എന്ന് പറഞ്ഞാൽ അനദർ ഫോം ഓഫ് പ്രോപ്പർട്ടി 4 ഉം കൂടിയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കോ. I equal to integral of π/6 to π/3 root of cos x എന്നുള്ളതിനെ നമുക്ക് മാറ്റി എഴുതണം അല്ലേ. that is cos of a plus b minus x എന്നല്ലേ. π/6 plus π/3 minus x all divided by root of cos of π/6 plus π/3 minus x plus minus x plus അടുത്തത് root of sin of π/6 plus π/3 minus x. ഓക്കെ അല്ലേ. ഇൻറ്റു ഡി എക്സ് ഓക്കെ ആണോ നോക്കട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. π/6 പ്ലസ് π/3 വാല്യൂ നമുക്ക് ഡയറക്റ്റ് ചെയ്താം. π/3 പ്ലസ് π/6 നോക്കാം. ഇതിങ്ങനെ ആഡ് ചെയ്യണം. ഇവിടെ 6 അപ്പോൾ ഇവിടെ 2 പ്ലസ് 3 ദാറ്റ് ഈസ് π/2 അല്ലേ. π/6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി, π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. 60 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ π/2 90 ഡിഗ്രി ആണ്. ഓക്കെ അതിവിടെ കൊടുത്ത് നോക്കാം. ഈക്വൽ ടു I equal to integral of π/6 to π/3 that is equal to cos ഇവിടെ π/2 90 ഡിഗ്രി അല്ലേ. π/2 minus x dx all divided by root of cos π/2 minus x plus root of sin π/2 minus x. ഓക്കെ അല്ലേ. root of sin π/2 ഇനി നമുക്ക് അറിയുന്ന വാല്യൂയാണ്. cos π/2 minus x എന്ന് പറഞ്ഞാൽ sin x ആണ്. cos π/2 minus x sin x sin π/2 minus x റിട്ടേൺ ചെയ്ത് cos x ആയി മാറി. that is I equal to integral of π/6 to π/3 root of cos π/2 minus x sin x into dx all divided by root cos x എന്ന് പറഞ്ഞാൽ root sin x cos π/2 minus x sin x plus root of sin π/2 minus x cos x. ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ ആയല്ലോ. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യണം.
രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യണം നോക്കോട്ടെ. രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ എഴുതി ഇക്വേഷൻസ് ആഡ് ചെയ്യുന്ന രീതി നോക്കട്ടോ. ആഡ് ഇക്വേഷൻ നമ്പർ 1 and 2 അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 + 2 എങ്ങനെ എഴുതാം? ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടി ആഡ് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2i ഈക്വൽ ടു ഇന്റഗ്രൽ π/6 to π/3. ഓക്കെ അല്ലേ? π/6 to π/3 റൂട്ട് cos x dx ഡിവൈഡഡ് ബൈ റൂട്ട് cos x ഡിവൈഡഡ് ബൈ റൂട്ട് cos x പ്ലസ് റൂട്ട് sin x പ്ലസ് ഇന്റഗ്രൽ π/6 to π/3. അടുത്തത് ഇക്വേഷൻ നമ്പർ 2 റൂട്ട് sin x dx all divided by root sin x plus root cos x root sin x plus root cos x. ഓക്കെ അല്ലേ? ഇക്വേഷൻ നമ്പർ 1 + 2 ആഡ് ചെയ്തപ്പോൾ ഈ ഒരു മോഡലിൽ വന്നു. നമുക്ക് ക്ലബ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് π/6 to π/3. ഓക്കെ ഡയറക്റ്റ് ചെയ്തേട്ടാ. cos x all divided by root of cos x plus root sin x plus root sin x all divided by root sin x plus root cos x into dx. ഓക്കെ അല്ലേ? നേരിട്ട് ആഡ് ചെയ്ത് സിമ്പിൾ അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2i ഈക്വൽ ടു ഇന്റഗ്രൽ π/6 to π/3 ദാ റൂട്ട് cos x പ്ലസ് റൂട്ട് sin x into dx all divided by root cos x പ്ലസ് റൂട്ട് sin x. കട്ടായി പോയി. ഓക്കെ അല്ലേ? രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് കട്ടായി. 2i ഈക്വൽ ടു ഇന്റഗ്രൽ π/6 to π/3 1 dx 1ന്റെ ഇന്റഗ്രൽ 2i ഈക്വൽ ടു 1ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ x അല്ലേ? അപ്പോ x ഫ്രം π/6 to π/3 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2i ഈക്വൽ ടു π/3 മൈനസ് π/6 അല്ലേ? ഇവിടെ ഇങ്ങനെ എഴുതി 2π ദാറ്റ് ഈസ് ഈക്വൽ ടു 2π മൈനസ് π ദാറ്റ് ഈസ് ഈക്വൽ ടു 2π മൈനസ് π ഡിവൈഡഡ് ബൈ 6. 2i ഈക്വൽ ടു π/6. ഈ 2 ലെഫ്റ്റ് സൈഡിലെ മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡ് പോകുമ്പോൾ ഡിവിഷൻ ആയി. ദാറ്റ് ഈസ് π/6 into 2 that is I becomes π/12. ഇതല്ലേ നമുക്ക് അവിടെ നേരത്തെ ചെയ്തപ്പോൾ ആൻസർ കിട്ടിയത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടെ എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇങ്ങനെ ഞാൻ എഴുതുന്നതിനനുസരിച്ചിട്ട് കൂടെ നിങ്ങളെ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. നിങ്ങളുടെ നോട്ട് അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ആൻസർ ഉണ്ടാവില്ല. കാരണം ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇൻഡെഫിനിറ്റ് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോഴേ നിങ്ങൾക്ക് എക്സസൈസുകൾ അയച്ചു തരണം. ഓരോ ദിവസത്തെ എക്സസൈസ് നമ്പേഴ്സ് അയച്ചു തരാം. എക്സസൈസ് നമ്മൾ 7.9 വരെ നമ്മൾ തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി 7.10, 11, 12 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് എക്സസൈസുകൾ അയച്ചു തരാം. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി ഈ പ്രോബ്ലം നോക്കിക്കോ. സെക്കൻഡ് പ്രോബ്ലം ചെയ്തത് ഓക്കെ ആണെങ്കിൽ അത് ഈ പ്രോബ്ലം ഞാൻ പകുതി വെച്ച് നിർത്തും കേട്ടോ. ഇത് ഞാൻ പകുതി വെച്ച് നിർത്തും. ഒരു പ്രത്യേക ലെവലിൽ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ ഞാൻ ഈ പ്രോബ്ലം നിർത്തും. പിന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കാം. Let I equal to π/6 to π/3 dx divided by root 1 plus tan x root of 1 plus tan x. ശ്രദ്ധിക്കട്ടാ, ഈ റൂട്ട് ടാൻ എക്സിനെ എനിക്ക് എന്ത് ചെയ്താൽ റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് എഴുതാലോ. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് അല്ലേ. അപ്പോൾ റൂട്ട് ടാൻ എന്ന് പറഞ്ഞാൽ റൂട്ട് സൈൻ ബൈ റൂട്ട് കോസ് ആണ്. ഓക്കെ, അപ്പോൾ നോക്ക്, I equal to integral π/6 to π/3 dx all divided by 1 plus root sin x divided by root cos x. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താ I equal to integral π/6 to π/3 dx divided by 1 into ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് all divided by റൂട്ട് കോസ് എക്സ്. ഓക്കെ അല്ലേ? ആ റൂട്ട് കോസ് എക്സ് എന്നുള്ളത് a/b/c മോഡൽ ആയതുകൊണ്ട് ആ റൂട്ട് കോസ് എക്സ് നേരെ ന്യൂമറേറ്ററിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ന്യൂമറേറ്ററിൽ എത്തിയപ്പോൾ I ബിക്കംസ് ഇന്റഗ്രൽ ഓഫ് π/6 to π/3 റൂട്ട് കോസ് എക്സ് dx all divided by റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ്.
ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3 മോഡലായില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3 മോഡലല്ലേ ഇത്? സ്വന്തമായി സോൾവ് ചെയ്യാലോ. ഇനി ഇവിടുന്ന് ക്വസ്റ്റ്യൻ നമ്പർ 3 എങ്ങനെയാണ് ചെയ്ത് അതേപോലെ ചെയ്തോ. ദാറ്റ് ഈസ് b മൈനസ് a ബൈ 2 ആണ് ഇതിന്റെ ആൻസർ ഉണ്ടാവുക. b മൈനസ് a ഡിവൈഡഡ് ബൈ 5/12 എന്നുള്ള അതേ ആൻസറിലെത്തും. അതേ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ തന്ന രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് തന്നത്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 3 സ്വന്തമായി ആൻസർ ആക്കുമല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ 0 to π/2 tan square x dx whole divided by tan square x plus. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇതിന്റെ ആൻസർ എന്താ ഉണ്ടാവുക എന്ന് അറിയാം നമുക്ക്. കാരണം ഈ tan π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞ കോട്ട് എക്സ് ആണ്. അപ്പൊ tan സ്ക്വയർ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കോട്ട് സ്ക്വയർ ആണ്. 0 to π/2 ആണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. π/2 മൈനസ് 0 ഡിവൈഡഡ് ബൈ 2 b മൈനസ് a ബൈ 2 ആണ് ഇതിന്റെ ആൻസർ ഉള്ളത് അല്ലേ? നമ്മൾ പറഞ്ഞൊരു മോഡലിലെ ക്വസ്റ്റ്യൻ ആട്ടോ. b മൈനസ് a ബൈ 2 ആണ് ആൻസർ. അപ്പൊ π/4 ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ എഴുതാം. ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ അങ്ങോട്ട് എഴുതി വെക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യാം. അപ്പൊ ആൻസർ തെറ്റാനുള്ള ചാൻസ് ഇല്ല. ഇനി π/4 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി നമ്മൾ എഴുതിയത് തെറ്റാന്ന് മനസ്സിലാക്കാം. അപ്പൊ നോക്കിക്കോട്ടോ. അപ്പൊ ഞാൻ ആൻസർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. π/4 ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് മനസ്സിലായി. ഇനി ഞാൻ എഴുതി ലെറ്റ് i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 tan square x dx whole divided by tan square x plus cot square x. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ ആണോ നോക്കേട്ടാ. ഇനി അടുത്തത് അപ്ലൈ. ഇത് നമ്മൾ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്? P4 P5 സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ P4 നമ്മൾ A to B എന്നാണ് പറഞ്ഞത്. P5 0 to A എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് P5 അപ്ലൈ ബൈ കിങ്സ് പ്രോപ്പർട്ടി. P5 integral of 0 to a f of x dx is equal to integral of 0 to a f of a minus x dx. ഇത് a plus b minus x തന്നെയാണ്. കാരണം a ന്റെ വാല്യൂ 0, b ന്റെ വാല്യൂ a എന്നുള്ളൂ. അപ്പോൾ a plus b എന്ന് വരുമ്പോൾ 0 plus a എന്ന് വരും. അപ്പോൾ a minus x സെയിം ആണ്. നോക്കിക്കോട്ടോ. i equal to integral 0 to π/2 tan square a മൈനസ് എക്സ് എന്നല്ലേ? a മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ π/2 മൈനസ് എക്സ് ആണ് അല്ലേ? ദാറ്റ് ഈസ് π/2 ആണ് എയുടെ വാല്യൂ അല്ലേ? 0 to a മോഡൽ അല്ലേ? π/2 മൈനസ് എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ tan സ്ക്വയർ π/2 മൈനസ് എക്സ് പ്ലസ് കോട്ട് സ്ക്വയർ π/2 മൈനസ് എക്സ്. ഇവിടെ നമുക്കറിയാം കോ ഫംഗ്ഷൻസ് ആണ്. ടാനിന്റെ കോ ഫംഗ്ഷൻ ആണ് കോട്ട്, കോട്ടിന്റെ കോ ഫംഗ്ഷൻ ടാൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേൺ ചെയ്യും, വാല്യൂ മാറും. i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 ടാൻ സ്ക്വയർ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ π/2 മൈനസ് എക്സ് കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് കോട്ട് സ്ക്വയർ π/2 മൈനസ് എക്സ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ അല്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 1 ഉം ഇക്വേഷൻ നമ്പർ 2 ഉം കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. നോക്കിക്കോട്ടോ. ഇക്വേഷൻ നമ്പർ 1 ഉം ഇക്വേഷൻ നമ്പർ 2 ഉം ആഡ് ചെയ്യുമ്പോൾ ആഡ് ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 അല്ലേ? ഇക്വേഷൻ നമ്പർ 1 i പ്ലസ് ഐ, ലെഫ്റ്റ് സൈഡിൽ i പ്ലസ് ഐ, ഇന്റഗ്രൽ 0 to π/2. ഓക്കെ ആണല്ലോ? ഇന്റഗ്രൽ ഓഫ് 0 to π/2. ഇക്വേഷൻ നമ്പർ 1 എന്താ? ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എക്സ് പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 to π/2. ഓക്കെ, കോട്ട് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതാ ഇക്വേഷൻ നമ്പർ 2 എഴുതുന്നത് ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ അല്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു i പ്ലസ് ഐ 2i. ഇതിനെ ക്ലബ് ചെയ്തോ. ദാറ്റ് ഈസ് 0 to π/2 ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എക്സ് പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ അല്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്ററിനെ ആഡ് ചെയ്താൽ മതി. 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എക്സ് പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്.
ഇത് രണ്ടും സെയിം വാല്യൂ അല്ലേ, കട്ടായി പോയി, മുകളിലും താഴെയും കട്ടായി. ആൻസർ ബിക്കംസ് 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 1 dx. 1ന്റെ ഇന്റഗ്രൽ x ആണ്. 2i ഈക്വൽ ടു x 0 to π/2. That is 2i is equal to upper limit π/2 minus lower limit 0. That is 2i is equal to π/2. ഓക്കെ അല്ലേ? i is equal to ഈ 2 ഇങ്ങോട്ട് വന്ന π/4. റെഡി അല്ലേ? നമുക്ക് ആദ്യം കിട്ടിയ ആൻസർ π/4, ഇപ്പൊ കിട്ടിയും ആൻസർ π/4. അപ്പോൾ കറക്റ്റായി എഴുതി എടുക്കുക കേട്ടോ. കൂടെ സ്റ്റോപ്പ് ചെയ്ത് എഴുതുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്താൽ ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്. ആ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നേരിട്ട് ആൻസർ ആക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇന്റഗ്രൽ ഓഫ് 0 to 1 x into 1 minus x whole raised to n into dx. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഇതിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ആദ്യം ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം, എന്നിട്ടാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷെ ഇപ്പൊ ഈ എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് ഒരു 2 or 3 ഒക്കെ നമുക്ക് a+b ഹോൾ സ്ക്വയർ, a-b ഹോൾ സ്ക്വയർ, a-b ഹോൾ ക്യൂബ് ഒക്കെ വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അതും അപ്ലൈ ചെയ്യുന്നത് പ്രോപ്പർട്ടി 4ഉം 5ഉം തന്നെയാണ്. ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി 4 ആണോ പ്രോപ്പർട്ടി 5 ആണോ അപ്ലൈ ചെയ്യാനുള്ളത്? പ്രോപ്പർട്ടി 5 ആണ്. കാരണം 0 to 1 എന്നല്ലേ. പ്രോപ്പർട്ടി 5 ബൈ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം നമുക്ക്. നോക്കിക്കോട്ടോ. അപ്പോൾ കറക്റ്റായി ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുന്നത് ടേക്ക് i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 x into 1 minus x whole raised to n d. എന്തുകൊണ്ടാണ് ഞാൻ ഇതിന് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഈ 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു എന്നിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും അല്ലേ? 1 പ്ലസ് nc1 x റൈസ് ടു n പ്ലസ് nc2 x റൈസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് നല്ലത് നമ്മളുടെ കയ്യിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടിയിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കാം. അപ്ലൈ P5 കൊടുക്കുക. കിങ്സ് പ്രോപ്പർട്ടിയിലെ P5 കൊടുക്കുക. P5 പറയുന്നത് 0 to a f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a f of a minus x dx ആണ്. എനിക്ക് P4 P5 ഞാൻ ഐഡന്റിഫൈ ചെയ്ത് ഇവിടുത്തെ ഇന്റർവെൽ നോക്കിയിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് a to b അല്ലെങ്കിൽ 1 to 2 എന്നാണെങ്കിൽ ഞാൻ P4 അപ്ലൈ ചെയ്തിരുന്നു. ഇവിടെ ഞാൻ P4ന്റെ ഒരു സബ് പ്രോപ്പർട്ടിയാണ് P5. അതുകൊണ്ട് 0 to a എന്നുള്ളൊരു ഇന്റർവെൽ 0 to 0 എന്ന് കണ്ടപ്പോൾ ഞാൻ P5 അപ്ലൈ ചെയ്യും. അപ്പൊ നോക്കട്ടാ. ഇതാ i ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to 1 x എന്നുള്ളത് a മൈനസ് എക്സ് ആവും. a മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ഇൻറ്റു ഇവിടെ ഒന്ന് കൊടുത്ത 1 മൈനസ് എക്സ് കൊടുത്ത 1 മൈനസ് ബ്രാക്കറ്റ് ഓഫ് 1 മൈനസ് എക്സ് ഓൾ റേസ് ടു n ഇൻറ്റു ഡി എക്സ്. ഇതിനൊന്ന് മാറ്റും കേട്ടോ. i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത 1 മൈനസ് 1 ഈ രണ്ട് മൈനസും കൂടി പ്ലസ് എക്സ് ഓൾ റേസ് ടു n ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ഇവിടെ കട്ടായി ഇൻറ്റു എക്സ് റൈസ് ടു n ഇൻറ്റു ഡി എക്സ്. ഇതാണ് വാല്യൂ. ആ ഐ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയ ലെവലിക്ക് ഇനി നിങ്ങൾക്ക് ഈ എക്സ് റൈസ് ടു n ഇതിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇനി നമ്മൾ ഇവിടെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമൊന്നുമില്ല. ഇത് നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. നമുക്ക് അറിയുന്ന മോഡലിൽ വന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നേരിട്ടിട്ട് ആൻസർ ആക്കാം. കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുള്ള കാരണം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് അതിനെ നമുക്ക് നേരിട്ടിട്ട് ആൻസറിലേക്ക് അങ്ങോട്ട് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തതൊക്കെ. ഇവിടെ നമുക്ക് നേരിട്ടിട്ട് ആൻസർ ഉണ്ട് ഇതിന്. കാരണം നോക്കാം, എക്സ് റൈസ് ടു n ഉള്ളിലേക്ക് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് നോക്കുക. i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എക്സ് റൈസ് ടു n ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു n മൈനസ് എക്സ് റൈസ് ടു n ഇൻറ്റു എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ്. നോക്കിക്കോ. i ഈക്വൽ ടു 0 to 1 എക്സ് റൈസ് ടു n മൈനസ് എക്സ് റൈസ് ടു ഇങ്ങനെ വന്നാലോ എക്സ് റൈസ് ടു n പ്ലസ് 1 ഡി എക്സ്. ഡയറക്റ്റ് ആൻസർ ആണ്. എക്സ് റൈസ് ടു n ന്റെ ഇന്റഗ്രൽ എന്താ? ഞാൻ ഫോർമുല എഴുതുന്നില്ല. എക്സ് റൈസ് ടു n ന്റെ ഇന്റഗ്രൽ പറ. യെസ്, എക്സ് റൈസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 മൈനസ്
എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് ടു ഡിവൈഡഡ് ബൈ എൻ പ്ലസ് ടു 0 to 1. ആദ്യം അപ്പർ ലിമിറ്റ് പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒക്കെ കട്ടായി പോകും. നോക്കിക്കോട്ടാ, അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 1ന്റെ ഏത് പവർ വന്നാലും 1 തന്നെയാണ്. ഇവിടെ വാല്യൂ കൊടുക്കേണ്ടത് എക്സിനാണ്, എന്നിനല്ല. അതും കൂടി ഓർത്തിരിക്കണം. എന്നിന് കൊണ്ടുപോയിട്ട് നിങ്ങൾ വാല്യൂ കൊടുത്തിട്ട് എക്സ് റൈസ് ടു എക്സ് സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ മൈനസ് എക്സ് റൈസ് ടു അങ്ങനെയൊന്നും എഴുതാൻ നിൽക്കരുത്, തെറ്റിപ്പോവും. എക്സിനാണ് വാല്യൂ കൊടുക്കേണ്ടത്, എന്നിന് വാല്യൂ കൊടുക്കരുത്. എൻ ബിക്കംസ് എനി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എനി ഇൻറ്റീജർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ ഐ ഈക്വൽ ടു പറ 1 raised to n plus 1 divided by n plus 1 minus 1 raised to n plus 2 divided by n plus 2. I equal to 1ന്റെ പവറിൽ എന്ത് വാല്യൂ വന്നാലും 1 by n plus 1 minus 1 by n plus 2. Answer becomes 1 by n plus 1 minus 1 by n plus 2 എന്ന മോഡലാണ് ആൻസർ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ നന്നായി ശ്രദ്ധിച്ചോട്ടാ, ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് integral 0 to pi by 2 sin square x dx equal to integral 0 to pi by 2 cos square x dx equal to pi by 4 എന്നാണ് പ്രൂഫ് ആക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാർട്ട് എടുത്തു. ലെറ്റ് I equal to integral 0 to pi by 2 sin square x dx ആണ് ഇക്വേഷൻ നമ്പർ 1. അപ്ലൈ, ഞാൻ നേരിട്ട് എഴുതാട്ടോ. അപ്ലൈ P4 P5 ബൈ P5. P5 അല്ല, 0 to 0 to എന്നുള്ള മോഡൽ അല്ലേ? അപ്പോൾ എഴുതിക്കോ. I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 ഇന്റഗ്രൽ 0 to pi by 2 സൈൻ സ്ക്വയർ a മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ pi by 2 മൈനസ് എക്സ് ഡി എക്സ്. I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 സൈൻ സ്ക്വയർ pi by 2 മൈനസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇക്വേഷൻ നമ്പർ 2 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ equation number 1 plus equation number 2 becomes I plus I, left side le I plus I equal to integral of club എഴുതി കേട്ടോ pi by 2. ഇത് രണ്ടും ഈക്വൽ ആണല്ലോ, അതുകൊണ്ട് പ്രൂഫ് ആണ്. നമുക്ക് ലാസ്റ്റ് പ്രൂഫ് ആക്കി എഴുതാം കേട്ടോ. അടുത്തത് sin square x plus cos square x into dx. sin square x plus cos square x എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1. ട്രിഗണോമെട്രിയിലെ പോപ്പുലർ ആയ ഒരു ഐഡന്റിറ്റി ആണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഐ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 dx. 1ന്റെ ഇന്റഗ്രൽ 2i ഈക്വൽ ടു 1ന്റെ ഇന്റഗ്രൽ x ദാറ്റ് ഈസ് 0 to pi by 2 0 to pi by 2 ദാറ്റ് ഈസ് 2i ഈക്വൽ ടു pi by 2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് 2i ഈക്വൽ ടു pi by 2 2i is equal to pi by 2 I is equal to pi by 4. Hence proved. ഇതല്ലേ നമ്മളോട് പ്രൂഫ് ആക്കാൻ പറഞ്ഞത്. ഈക്വൽ ടു pi by 4 നോക്കാം. hence proved equal to pi by 4. yes, is the right answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇതൊക്കെ ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല പല രീതിയിൽ നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതും കിങ്സ് പ്രോപ്പർട്ടിയിൽ വരുന്ന പ്രോബ്ലം ആണ്. ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ 90% പ്രോബ്ലംസും കിങ്സ് പ്രോപ്പർട്ടി മുഖേന അല്ലെങ്കിൽ പ്രോപ്പർട്ടി 4 and 5 പ്രകാരം വരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് എന്താ പ്രൂഫ് ആക്കാനുള്ളത്? 0 to 1 log x minus 1 divided by x divided by x minus 1 dx is equal to 0 to 1 log x minus 1 divided by x dx. Then find the value of 0 to 1 log of x minus 1 all divided by x minus 1 dx ന്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, ചോദ്യം നോക്കട്ടോ. അപ്പോൾ ഞാൻ എഴുതുകയാണ് ലെറ്റ്, ഞാൻ ഇവിടെ എഴുതി ലെറ്റ് ഇന്റഗ്രൽ ഓഫ് 0 to 1 log ഓഫ് x ഡിവൈഡഡ് ബൈ x മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. ഇത് രണ്ടും ഈക്വൽ ആണ്, നമുക്ക് പ്രൂഫ് ആക്കണം. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂഫ് ആക്കണം. നമുക്ക് കിങ്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ 0 to a 0 to a എന്നുള്ള മോഡലല്ലേ. ഞാൻ ഇതിന് എന്ത് പേര് കൊടുത്തു എന്നറിയാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഞാൻ ഇങ്ങനെ പ്രൂഫ് ആക്കി വന്നിട്ട് എനിക്ക് ഇതിന്റെ ആൻസറും കൂടി കണ്ടെത്തണം. അപ്പോൾ ആദ്യം ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണം, അത് കഴിഞ്ഞാൽ അതിന്റെ ആൻസറും കൂടി എഴുതാം നമുക്ക് അല്ലേ. അപ്പോൾ നോക്കിക്കോട്ടോ. അപ്ലൈ P5 എന്ന് പറഞ്ഞാൽ 0 to a f of x dx is equal to ഇന്റഗ്രൽ 0 to a f of a minus x dx. ഓക്കെ ആണല്ലോ. a minus x dx ആയി ഇവിടെ നേരിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഈക്വൽ ടു I ഈക്വൽ ടു സോറി ഇവിടെ I ഉണ്ട് കേട്ടോ. I ഈക്വൽ ടു 0 to 1 log x minus 1 x ഡിവൈഡഡ് ബൈ x minus 1 ഇൻറ്റു ഡി എക്സ് ആണ് ഇക്വേഷൻ നമ്പർ 1. പറ ഇന്റഗ്രൽ 0 to a log a minus x എന്നല്ലേ,
ഇവിടെ 1 അല്ല, അപ്പോൾ 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു -1. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു -1 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a ലോഗ് 1 മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ, ഇതിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കട്ടെ, ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം ഇതാ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ -1 ഇതും കട്ടായി പോയിക്കോളും, -1ഉം +1ഉം കട്ടായി, താഴെ ഒരു -x ഇൻറ്റു ഡി എക്സ്. നമ്മളോട് പ്രൂഫ് ആക്കാൻ പറഞ്ഞത് എന്താണെന്നും കൂടി പറ. നമ്മളോട് പ്രൂഫ് ആക്കാൻ പറഞ്ഞത് 0 to 1 ലോഗ് x-1/x അല്ലേ, x-1/x ആണ്. പക്ഷെ നമുക്ക് കിട്ടിയത് നോക്കാം, 1 - x/-x അല്ലേ. ഈ x-1 കിട്ടാൻ വേണ്ടി മുകളിൽ നിന്ന് എനിക്കൊരു മൈനസിനെ പുറത്തേക്ക് എടുക്കാം അല്ലെ, ഒരു മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ 0 to a ലോഗ് ഓഫ് മൈനസിനോട് പുറത്തേക്ക് എടുത്തപ്പോൾ ഈ 1 - x എന്നുള്ളത് x-1 ഡിവൈഡഡ് ബൈ -x ഇൻറ്റു ഡി എക്സ്. നോക്കിക്കോട്ടെ, ഇത് രണ്ടും കട്ടായി. ഇതൊക്കെ ഐ ആണ്. ഐനെങ്ങനെ മാറ്റി മാറ്റി വരികയാണ്, നമ്മൾ അതിനെങ്ങനെ ചേഞ്ച് ചെയ്ത് വരിക. അപ്പോൾ ഉണ്ടാവുന്ന വാല്യൂ I equal to 0 to a log x-1/x into dx. ഓക്കെ അല്ലേ, ഇക്വേഷൻ നമ്പർ 2 ആയി. ഹെൻസ് പ്രൂവ്ഡ്, ഇവിടെ ഇങ്ങനെ എഴുതിക്കോ, ഹെൻസ് പ്രൂവ്ഡ്. RHS ഈക്വൽ ടു LHS. ഇനി ഏതിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്തേണ്ടത്? ഇതാ, ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം, അതായത് ഇതിന്റെ വാല്യൂ കണ്ടെത്തുന്ന നടത്തും. അപ്പോൾ ആ വാല്യൂ കണ്ടെത്താൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതി, ഫോർ വാല്യൂ ഓഫ് ലോഗ് ഇന്റഗ്രൽ 0 to 1 ലോഗ് x-1 ഡിവൈഡഡ് ബൈ x-1 dx കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇംപ്ലൈസ് ദാറ്റ് ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ i, ലെഫ്റ്റ് സൈഡിൽ i പ്ലസ് i എന്ന് പറഞ്ഞാൽ 2i. ഓക്കെ, അവിടെ കട്ടെ. 0 to 1 പറ. ഇക്വേഷൻ നമ്പർ 1 ലോഗ് x ഡിവൈഡഡ് ബൈ x-1 പ്ലസ്, ഞാൻ നേരിട്ട് ആഡ് ചെയ്തു കേട്ടോ. ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ, നേരിട്ട് കൊടുക്കാലോ. അടുത്തത് ലോഗ് ഓഫ്, അടുത്തത് ലോഗ് ഓഫ് x-1 ഡിവൈഡഡ് ബൈ x ഇൻറ്റു ഡി എക്സ്. ലോഗ് എ പ്ലസ് ലോഗ് ബി പ്രോപ്പർട്ടി ആണ് കേട്ടോ, ലോഗിന്റെ പ്രോപ്പർട്ടി. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ പേജിൽ നിന്ന് അങ്ങനെ എഴുതി പോരുത്, ഇങ്ങനെ താഴേക്ക് എഴുതി പോകാം. നമ്മൾ നോർമൽ ബോർഡിൽ എഴുതുന്ന പോലെ തന്നെ അല്ലേ. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് എ ബി പ്രോപ്പർട്ടി ഇവിടെ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 2i, i plus i equal to 2i, integral 0 to 1 log of a plus log b എന്ന് പറഞ്ഞാൽ log ab. അപ്പോൾ log a ന്റെ സ്ഥാനത്ത് x-1 ഇതാട്ടാ, log a log b ഇൻറ്റു x ഡിവൈഡഡ് ബൈ x-1 ഇൻറ്റു dx. ഇതാണ് ഫോർമുല. നോക്കാം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ സെയിം ആയിട്ടുണ്ടോ നോക്ക്. ഓക്കെ, സോറി, ഇവിടെ x-1 പിന്നെ താഴെ x ആണ് അല്ലേ. രണ്ടാമത്തെ ഇക്വേഷനിൽ x-1 മുകളിലാണ്. ഓക്കെ, x-1 ഇത് കട്ടായി. ദാറ്റ് ഈസ് 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ലോഗ് 1, ബാക്കി 1 അല്ലേ, ഇൻറ്റു ഡി എക്സ്. ലോഗ് 1ന്റെ വാല്യൂ നമുക്ക് പോപ്പുലർ ആയിട്ട് അറിയാം. ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 അല്ലേ, ലോഗ് 1ന്റെ വാല്യൂ 0 അല്ലേ. അപ്പോൾ നോക്കുക, ലോഗ് 1 ഈക്വൽ ടു 0, 2i ഈക്വൽ ടു 0, i ഈക്വൽ ടു 0, ആൻസർ ബിക്കംസ് 0. ഇതിന്റെ ആൻസർ എന്തായി, 0 ആയി മാറി. സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. 8th ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും അല്ലെ. ഇതിന്റെ ആൻസർ എന്താ ഉണ്ടാവുക, അതാ f of x, f of a plus b minus x ആണിത്. ആൻസർ എന്ന് പറഞ്ഞാൽ a/2, b minus a/2 എന്നല്ല ആൻസർ, a/2 ആണ് ഉണ്ടാവുക. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെ തന്നെ അല്ലേ കിട്ടുക നോക്കാം കേട്ടോ. ആൻസർ ഈ പ്രോപ്പർട്ടി നമ്മളൊന്ന് ബൈ ഹാർട്ട് ആക്കണം. നിങ്ങൾ എല്ലാവരും പ്രോപ്പർട്ടി, ഓരോ പ്രോപ്പർട്ടി എന്താന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ ആ പ്രോപ്പർട്ടി എന്താന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രോബ്ലംസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാം. പ്രോബ്ലം ഇങ്ങനെ കാണും, അപ്പം തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അടുത്തത് i ഈക്വൽ ടു, ഇത് നമുക്ക് എഴുതേണ്ടത് i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് a മൈനസ് എക്സ് ഡി എക്സ്. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ. ഇനി
ബൈ പ്രോപ്പർട്ടി 0 to a അല്ല, അപ്പൊ ബി P5 0 to a f of x നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to a fa minus x dx എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ കൊടുത്തോ I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a റൂട്ട് എക്സ് എന്നുള്ള റൂട്ട് a മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് a മൈനസ് എക്സ് പ്ലസ് റൂട്ട് a മൈനസ് a മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് I is equal to integral 0 to a I equal to integral 0 to a root a minus x dx all divided by root a minus x plus root of. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്തുണ്ടാവുക നോക്കാം. ഈ ബ്രാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തു, അപ്പോൾ a മൈനസ് എ വരും, ഇത് പ്ലസ്. അപ്പോൾ ഇത് രണ്ടും കൂടി കട്ടായി. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാട്ടെ, എനിക്ക് അടുത്ത സ്റ്റെപ്പ് നേരിട്ട് എഴുതാൻ വേണ്ടി. അപ്പോൾ ഇത് ഡി എക്സ്. ഇത് ഇക്വേഷൻ നമ്പർ ഞാൻ 2 എന്ന് കൊടുത്താൽ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടി നോക്കാം. ഇതാ അല്ലെ, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. ആഡ് ചെയ്ത് നമുക്ക് എങ്ങനെയായാലും 1 ആണ് കിട്ടുക ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എഴുതുന്നത് നോക്കുക കേട്ടോ. ആൻസർ ബിക്കംസ്, നിങ്ങൾ ആഡ് ചെയ്തിട്ട് എഴുതല്ലോ, ആഡ് ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 2 അല്ലെ. ആൻസർ ബിക്കംസ് 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a 1 dx. ദാറ്റ് ഈസ് 2i. നിങ്ങൾ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് എഴുതണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതണം. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കട്ടായിപ്പോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതാണ്ടിരിക്കുന്നത്. ഈക്വൽ ടു എക്സ് 0 to a 2i ഈക്വൽ ടു a മൈനസ് 0. ദാറ്റ് ഈസ് 2i ഈക്വൽ ടു a I ഈക്വൽ ടു a by 2. യെസ്. അപ്പൊ ഈ ഒരു വലിയൊരു സ്റ്റെപ്പ് എഴുതുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചോദ്യം കണ്ട പാടനെ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ആ പ്രോപ്പർട്ടി 4ഉം 5ഉം നല്ല ഓർത്ത് വെക്കുക. പിന്നെ പ്രോപ്പർട്ടി 8 ഓർത്ത് വെക്കുക, 1ഉം 2ഉം ഓർത്ത് വെക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രോപ്പർട്ടികളുണ്ട്, പക്ഷെ അതുമായി കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് നമ്മുടെ NCERT വളരെ കുറവാണ്. അതുകൊണ്ടാണ് പ്രോപ്പർട്ടി 4നെയും 5നെയൊക്കെ നമ്മൾ ജനറലി വിളിക്കുന്നത് കിങ്സ് പ്രോപ്പർട്ടി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രോബ്ലം, ഇന്റഗ്രൽ 0 to pi by 2 dx divided by 1 plus tan x is equal to pi by 4. അടുത്തതാണ് പ്രൂഫ് ആക്കാനുള്ളതാണ്. അതായത് ഇതിന്റെ ഉത്തരം ഇതാന്ന് കണ്ടെത്തിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. നോക്കാം. ലെറ്റ് I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 dx all divided by 1 plus tan x. ഇതിന് നമുക്ക് പൈ ബൈ 4 ആണെന്നാണ് പ്രൂഫ് ആക്കേണ്ടത്. പ്രൂഫ് ആക്കേണ്ടത് പറഞ്ഞാൽ അത് സോൾവ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ നമുക്ക് എഴുതി തന്നതാണ് അങ്ങനെ. അപ്പൊ നോക്ക്, I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 dx all divided by 1 plus sin x divided by cos x. ക്രോസ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 dx all divided by 1 into cos x എന്ന് പറഞ്ഞാൽ cos x പ്ലസ് sin x all divided by cos x. ഈ cos x നേരെ മുകൾക്ക് പോകും. That becomes I equal to integral 0 to pi by 2 cos x dx all divided by cos x plus sin x. Equation number 1. ഈ ഇക്വേഷൻ നമ്പർ ഇങ്ങനെ ഉണ്ടാക്കി വന്ന് ഇവിടെ ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇനി ഇത് ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണ്ടേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നില്ലേ? ഇവിടെ പൈ ബൈ 2, അപ്പോൾ പൈ ബൈ 2 മൈനസ് തീറ്റ. ഇതിന്റെ ആൻസർ എന്താ ഉണ്ടാവുക നമുക്കറിയാം. ഇതടാ ഇവിടെ എഫ്, ഇതാണ് എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു, ഇതാണ് വാല്യൂ. അപ്പോൾ ഇതിന്റെ ആൻസർ വരിക ബി മൈനസ് എ ബൈ 2, ദാറ്റ് ഈസ് പൈ ബൈ 4. ആൻസർ ഷോർട്ട് ആണ്. ആൻസർ എന്താണ്? പ്രൂവ്ഡ് ആണ്, വെരിഫൈഡ് ആണ്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആൻസർ എങ്ങനെ വരുന്നത് എന്നുള്ളത് കേട്ടോ. അടുത്ത നോക്കിക്കോ, ബൈ P5 പ്രോപ്പർട്ടി 5 ഞാൻ അപ്ലൈ ചെയ്യും. ഇനി ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ് പ്രോപ്പർട്ടി 5 എന്നുള്ളത്. I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 കിങ്സ് പ്രോപ്പർട്ടി ആണ് കേട്ടോ. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്. ഓക്കെ അല്ലേ? സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്. That is I equal to integral 0 to pi by 2 cos pi by 2 minus x എന്ന് പറഞ്ഞാൽ sin x dx all divided by cos pi by 2 minus x എന്ന് പറഞ്ഞാൽ sin x plus sin pi by 2 minus x എന്ന് പറഞ്ഞാൽ cos x. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1ഉം 2ഉം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, സ്വന്തമായി ഒന്ന് അവിടെ ഫില്ല് ചെയ്യണം. ആൻസർ ഫില്ല് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടി ആഡ്, ഇക്വേഷൻ നമ്പർ 1 and 2
അപ്പോൾ ഐ പ്ലസ് ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ബൈ 2. നോക്കാം, ഡിനോമിനേറ്റർ സെയിം ആണ്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിനോമിനേറ്റർ സെയിം അല്ലേ. ഇനി മുകളിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നോക്കാം, കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ ഒരേപോലെ 1 dx എന്നുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇടയിലുള്ള സ്റ്റെപ്പ് ഇവിടെ എഴുതണം. ഷുഡ് റൈറ്റ് എഴുതല്ലോ, അതിന്റെ ഇടയിലുള്ള സ്റ്റെപ്പ് എഴുതി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരും കേട്ടോ. വീഡിയോ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ എഴുതി വരണം. അല്ലാണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം 2 ദിവസമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഐ പ്ലസ് ഐ 2i ഈക്വൽ ടു എക്സ് 0 to പൈ ബൈ 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. 2i ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് 2i is equal to പൈ ബൈ 2. I equal to pi by 2 by 2, that is pi by 4. Answer becomes pi by 4 equal to RHS. Hence proved. ഇതൊരു പ്രൂഫ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി, hence proved എന്ന് എഴുതി കേട്ടോ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് അല്ലേ. അടുത്ത ചോദ്യം, ഇന്റഗ്രൽ ഓഫ് 0 to പൈ ബൈ 4 log of 1 plus tan x dx equal to പൈ ബൈ 8 into log 2 എന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇതിന് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള, ചോദിച്ച രീതി ഒന്ന് ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. അപ്പോൾ ഞാൻ എഴുതുന്നത് നോക്കുക. ലെറ്റ് ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ബൈ 4 log of 1 plus tan x into dx. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ. ഇനി ഈ ടാൻ എക്സിന് എനിക്ക് എന്ത് ചെയ്താ, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കട്ടാ, അതിന്റെ മുമ്പ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കിങ്സ് പ്രോപ്പർട്ടി ആണ്. 0 to a എന്നുള്ള മോഡലല്ലേ. ഇപ്പോൾ എഴുതുന്ന നോക്കുക. ബൈ P5 പ്രോപ്പർട്ടി 5 ആണ് അപ്ലൈ ചെയ്യുന്നത്. നന്നായി ശ്രദ്ധിക്കട്ടോ. പ്രോപ്പർട്ടി P5 അപ്ലൈ ചെയ്യുമ്പോൾ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ബൈ 4 log of 1 plus tan പൈ ബൈ 4 minus x into dx. ഓക്കെ അല്ലേ. P5 ആണ് പ്രോപ്പർട്ടി 5 ആണ് അപ്ലൈ ചെയ്തത്. A 0 to a ആണ്, a മൈനസ് എക്സ് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് അറിയുന്ന ഒരു ഫോർമുലയാണ് tan പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് പറഞ്ഞു. 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. ഇതാണ് tan പൈ ബൈ 4 മൈനസ് എക്സിന്റെ വാല്യൂ. അത് ഇതിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി. അപ്പോൾ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ബൈ 2 log ഓഫ് 1 പ്ലസ് tan പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ടാൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ബൈ 2 log ഓഫ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ടാൻ എക്സ് പ്ലസ് 1 മൈനസ് ടാൻ എക്സ് വോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ടാൻ എക്സും കട്ടായി. 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2. ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ബൈ 2 log ഓഫ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2i 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് സെയിം ആണ്. 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ്. നോക്കട്ടാ, ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ. ലോഗ് എ ബൈ ബി ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി ആണല്ലോ. അപ്പോ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ബൈ 2 0 to പൈ ബൈ 4 കേട്ടോ. സോറി 0 to പൈ ബൈ 4 ഇവിടെ നിങ്ങോട്ട് മാറ്റി എഴുതിയപ്പോൾ മാറിയിട്ടുണ്ട്. ഇന്റഗ്രൽ 0 to പൈ ബൈ 4 കേട്ടോ. 0 to പൈ ബൈ 4 ഇന്റഗ്രൽ 0 to പൈ ബൈ 4. ഇവിടെ ഈ ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിന് ഇന്റഗ്രന്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. നോക്കാം. ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ബൈ 4 ലോഗ് 2 ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 0 to പൈ ബൈ 4 ലോഗ് ഓഫ് 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ കാണുന്ന സംഭവം എന്താ? ഇതായിരുന്നോ ഐ എന്ന് പറഞ്ഞാൽ? നോക്കാം. ലോഗ് 1 പ്ലസ് ടാൻ എക്സ് എന്ന് പറയുന്ന സംഭവത്തിനെയാണ് നമ്മൾ ഐ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇക്വേഷൻ നമ്പർ 1 അല്ലത്. അപ്പോൾ ഇതിന് മുഴുവനായിട്ട് ഞാൻ ഐ എന്ന് കൊടുക്കും. ഐ എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു ഡയലോഗ് എഴുതുകയും ചെയ്യും. നോക്കിക്കോട്ടാ. ഫ്രം ഇക്വേഷൻ നമ്പർ 1
ഫ്രം ഇക്വേഷൻ നമ്പർ 1 നിന്നും I ഈക്വൽ ടു 0 to pi by 4 log 2 0 to pi by 4 log 2 അല്ലേ മൈനസ് log 2 dx മൈനസ് ഈ ടേമിന് മുഴുവനായിട്ട് ഞാൻ I എന്ന് പേര് കൊടുത്തു. ഓക്കെ അല്ലേ? I എന്ന് പേര് കൊടുത്തു. മൈനസ് I ലെഫ്റ്റിലേക്ക് വന്നാൽ പ്ലസ് I പ്ലസ് I എന്ന് പറഞ്ഞാൽ 2I ഈക്വൽ ടു log 2നെ അതുപോലെ എഴുതി. ബാക്കി 0 to pi by 4 ഇൻറ്റു 1 dx 1ന്റെ ഇൻ്റഗ്രൽ log 2നെ അവിടെ നിർത്തിക്കോ. 1ന്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x 0 to pi by 4 ദാറ്റ് ഈസ് 2I ഈക്വൽ ടു log 2 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് pi by 4 മൈനസ് 0. ഓക്കെ അല്ലേ? 2I ഈക്വൽ ടു log 2 ഇൻറ്റു നോക്കാം ഇവിടെ pi by 4 മൈനസ് 0 എന്ന് പറഞ്ഞാൽ pi by 4 log 2 ഇൻറ്റു pi by 4. ഈ 2 ഇവിടുന്ന് പോയി അങ്ങോട്ട് പോയപ്പോൾ 4 ഇൻറ്റു 2 I ഈക്വൽ ടു ഒന്ന് ഭംഗിയാക്കി എഴുതിയ pi by 8 ഇൻറ്റു log 2. ഇതല്ലേ നമ്മളോട് പ്രൂഫ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഹെൻസ് പ്രൂവ്ഡ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ഇതേ കൺസെപ്റ്റുള്ള സെയിം ക്വസ്റ്റ്യൻ ബൈ കിങ്സ് പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ക്വസ്റ്റ്യനും കിങ്സ് പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബൈ കിങ്സ് പ്രോപ്പർട്ടി നോക്കിക്കോ. ബൈ P5 ദാറ്റ് ഈസ് I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 log of tan x ഇൻറ്റു dx. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇത് ഈക്വൽ ടു 0 എന്ന് എഴുതേണ്ടത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് 0 ആണ്. നോക്കാം നമുക്ക് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈ പ്രോപ്പർട്ടി 5 വരുമ്പോൾ ഇംപ്ലൈസ് ദാറ്റ് I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 log tan pi by 2 മൈനസ് x ഇൻറ്റു dx. എടാ ഈ tan pi by 2 മൈനസ് x എന്ന് പറഞ്ഞാൽ അത് കോട്ട് x അല്ലേ? ദാറ്റ് ഈസ് I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 log cot x ഇൻറ്റു dx ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടി അങ്ങോട്ട് ആഡ് ചെയ്തോ. ഇത് രണ്ടും കൂടി നേരിട്ട് നമുക്ക് ആഡ് ചെയ്യാലോ. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക നോക്കാം. ആഡ് ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 I plus I that becomes 2I equal to integral 0 to pi by 2. നേരിട്ട് ആഡ് ചെയ്യാട്ടെ. ഞാൻ ഇന്റഗ്രന്റിനെ ഒരു സൈഡിൽ അവിടെ നിർത്തി. log tan x പ്ലസ് log cot x ഇൻറ്റു dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 log a plus log b എന്ന് പറഞ്ഞാൽ log a plus log b എന്ന് പറഞ്ഞാൽ log ab അല്ലേ? പ്രോപ്പർട്ടി നോക്കണം കേട്ടോ. ലോഗിന്റെ പ്രോപ്പർട്ടി log a plus log b ഈക്വൽ ടു log ab ആ. log a plus log b is equal to log ab എന്നല്ലേ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോ log of a ഇൻറ്റു log b ഇൻറ്റു dx. ഈ tan x ഇൻറ്റു cot x എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആണ്. tan x ഇൻറ്റു cot x എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1. ശ്രദ്ധിക്കട്ടോ, അതിന്റെ വാല്യൂ 1. That is 2I is equal to integral 0 to pi by 2 log 1 into dx. tan x into cot x എന്ന് പറഞ്ഞാൽ tan x into cot x എന്ന് പറഞ്ഞാൽ 1 by tan x അല്ലേ? ഇത് രണ്ടും കട്ടാവും ഈക്വൽ ടു 1 കേട്ടോ. ഇങ്ങനെയാണ് അത് വരുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഡയറക്റ്റ് പറഞ്ഞതാണ്. നമ്മളുടെ ട്രിഗണോമെട്രിയിലെ കോൺസെപ്റ്റ് ഞാൻ നേരിട്ടൊന്ന് പറഞ്ഞതാണ്. ലോഗ് 1ന്റെ വാല്യൂ നമുക്കറിയാം. ലോഗ് 1 എന്ന് പറഞ്ഞാൽ അത് 0 എന്ന് നമുക്കറിയാം. അപ്പോൾ 2I becomes 0, that is I equal to 0. ഹെൻസ് പ്രൂവ്ഡ്. ഇതൊരു പ്രൂഫ് പോലെ നമുക്ക് തന്നതാണ്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് സോൾവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഇത് നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രൂഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത പ്രോബ്ലം നോക്കാം. എക്സ് ഒരുപാട് എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അത് കേട്ടോ. കുറേ എക്സാമുകൾക്ക് നമ്മളുടെ ഇന്റഗ്രൽസ് എന്ന് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ 90% ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇന്റഗ്രൽ 0 to pi x sin x by 1 plus cos square x എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് നമുക്ക് ലിമിറ്റ് ചേഞ്ച് ചെയ്യാനുണ്ട്, പിന്നെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്, കുറേ വർക്കുകളുണ്ട് ഈ പ്രോബ്ലത്തിൽ. നോക്കാം നമുക്ക്. പ്രോബ്ലം ശ്രദ്ധിക്കട്ടാ. ഇന്റഗ്രൽ 0 to pi x sin x by 1 plus x sin x by 1 plus cos square x I equal to integral 0 to 1 x sin x dx all divided by 1 plus cos square x. ഓക്കെ അല്ലേ? ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നിങ്ങനെ കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഇക്വേഷൻ നമ്പർ 1 ബൈ
പ്രോപ്പർട്ടി 5 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to a f of x dx is equal to integral 0 to a f of a minus x dx. a minus x into dx എന്നുള്ള ഒരു മോഡലാണ്. ഇനി നോക്ക്, ദാറ്റ് ഈസ് I becomes integral 0 to pi x sin x എന്നുള്ളത് x pi minus x into sin x എന്നുള്ളത് sin pi minus x into dx all divided by 1 plus cos pi minus x the whole square. ഇങ്ങനെയല്ലേ, cos square pi minus x എന്ന് പറഞ്ഞാൽ cos pi minus x whole square അല്ലേ. ഇനി ഓരോ വാല്യൂ പറഞ്ഞാൽ sin pi minus xന്റെ വാല്യൂ നമുക്കറിയാം, അത് sin x ആണ്. cos pi minus xന്റെ വാല്യൂ നമുക്കറിയാം മൈനസ് കോസ് എക്സ് ആണ് നമുക്കറിയാം. പക്ഷെ അതിന്റെ സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായി, പോസിറ്റീവ് ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ അല്ലേ, അത് സ്ക്വയർ ഇട്ടാൽ അത് പോസിറ്റീവ് ആയില്ലേ, ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ് I ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi മൈനസ് എക്സ് ഇൻറ്റു സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് പൈ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ അല്ല, അപ്പോൾ കോസ് സ്ക്വയർ എക്സ് തന്നെയാണ്. ശരിക്കും നമ്മൾ ഇക്വേഷൻ നോക്കുമ്പോൾ കോസ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. പക്ഷെ അതിന്റെ ഹോൾ സ്ക്വയർ ഉണ്ടായത് കൊണ്ട് അത് എന്തായി, പ്ലസ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താ I ഈക്വൽ ടു 0 to pi sin x dx ഓൾ ഡിവൈഡഡ് ബൈ അല്ലേ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ആക്കിയത്, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മാറ്റി ചെയ്താ കേട്ടോ. പൈ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. പൈ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇനി നോക്കാം, ഇതിന്റെ രണ്ട് ഇന്റഗ്രന്റ് ആക്കി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി, ന്യൂമറേറ്ററിനെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi sin x dx all divided by 1 plus cos square x minus integral 0 to pi x sin x into dx all divided by 1 plus cos square x dx. ഇപ്പൊ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത പോലെ ഈ ഒരു ടേമിനെ ഇതാ, ഈ ഒരു ടേം അല്ലേ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാല്, ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ ഈ ഒരു ടേം നോക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് മേലേക്ക് നോക്കുക, എഴുതി വെച്ചപ്പോൾ മേലേക്ക് ഇങ്ങനെ നോക്കുക. എക്സ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണ് I. പിന്നെ അടുത്തത് ഈ മൈനസ് I ബൈ ഇക്വേഷൻ നമ്പർ 1, ദാറ്റ് ഈസ് I ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi സൈൻ എക്സ് പൈ ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് I. മൈനസ് I ഇങ്ങോട്ട് വന്നാൽ പ്ലസ് I പ്ലസ് I ദാറ്റ് ബിക്കംസ് 2I ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഈ പൈ ഞാൻ പുറത്തേക്ക് എഴുതി കേട്ടോ. പൈന് ഞാൻ പൈ സൈൻ എക്സ് എന്നുള്ള പൈ ഒരു കോൺസ്റ്റന്റ് അല്ലേ, പുറത്തേക്ക് എഴുതി. പൈ ഇൻറ്റു 0 to pi സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണ്. റെഡി ആണല്ലോ, 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ അല്ലേ, ഇനി നോക്കാം ഇവിടെ യു കൊടുക്കാൻ കഴിയുന്നുണ്ടോ നോക്കാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ടി കൊടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഈ ഡിനോമിനേറ്റർ ആയ കോസ് സ്ക്വയർ ഞാൻ ടി കൊടുത്ത ടി സ്ക്വയർ, മുകളിൽ എനിക്ക് ഡെറിവേറ്റീവ് ഡി ടി കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറ്റം വരുത്തും, നോക്കിക്കോട്ടോ, നന്നായി ശ്രദ്ധിക്കുക. ഞാൻ അപ്ലൈ ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ നോക്കിക്കോ. ടി ഈക്വൽ ടു കോസ് എക്സ് ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇത് ഇങ്ങോട്ട് പോന്നോട്ടെ, മൈനസ് ഡി ടി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സ്. ഇനി പ്രോപ്പർട്ടി 2 എന്താണെന്നും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. പ്രോപ്പർട്ടി 2 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറഞ്ഞത് മൈനസ് ഇന്റഗ്രൽ ബി ടു എ എഫ് എന്ന് എഴുതാം. അതായത് മൈനസ് ബി ടു എ എഫ് എന്നുള്ളത് പ്ലസ് എ ടു ബി എഫ് എന്ന് എഴുതാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർവെല്ലിൽ തിരിച്ചിട്ട് സൈൻ ചേഞ്ച് ചെയ്യണതല്ലേ പ്രോപ്പർട്ടി 2 പറയുന്നത്. അപ്പോൾ നോക്കട്ടാ, അതോടൊപ്പം ഇവിടെ ടി എന്ന് പറഞ്ഞ കോസ്. അപ്പോൾ ഇനി ഇന്റർവെല്ലിൽ ചേഞ്ച് ചെയ്യണം. വെൻ x equal to 0. When x equal to 0 ആകുമ്പോൾ t equal to cos 0 equal to 1. ഇന്റർവെല്ലിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പർ ലിമിറ്റ് പറ. When x equal to pi, അങ്ങനെയാണെങ്കിൽ t equal to cos pi. cos പൈന്റെ വാല്യൂ എന്താ ഉണ്ടാവുക? -1 അല്ലേ. കോസ് പൈന്റെ വാല്യൂ -1 അല്ലേ. ഇതാ ഇങ്ങനെ സർക്കിൾ വരച്ചു, ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ക്വാഡ്രന്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ഇതാ 0 pi by 2 pi cos 0 1 നേരെ ഇങ്ങോട്ട് -1. ഓക്കെ അല്ലേ. ആ വാല്യൂ നേരിട്ട് ഇവിടെ കൊടുക്കും.
നേരെ ചുവ ഇവിടെ അങ്ങോട്ട് കൊടുക്കും. 2i ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ. ഈ 0 to 1 എന്നുള്ളതൊക്കെ മാറ്റും, കാരണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യണ്ടേ. എക്സ് 0 ആകുമ്പോൾ ടീൻ്റെ വാല്യൂ 1, എക്സ് പൈ ആകുമ്പോൾ ടീൻ്റെ വാല്യൂ -1. സൈൻ എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ. ഈ മൈനസ് ഡി ടി ഇങ്ങനെ പുറത്തേക്ക് എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 1 to -1 dt ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ ആണ്. ആൻസർ ഇവിടെ 1 പ്ലസ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മൈനസ് ഉണ്ടായപ്പോൾ ഞാൻ ഈ മൈനസ് ഒന്ന് പ്ലസ് ആക്കാൻ വേണ്ടി പ്രോപ്പർട്ടി 2 അപ്ലൈ ചെയ്തു. പ്രോപ്പർട്ടി 2 എന്ന് പറഞ്ഞാൽ എ ടു ബി എഫ് എന്ന് പറഞ്ഞാൽ ബി ടു എ എഫിന് മൈനസിന് ഈക്വൽ ആണ്. അപ്പോൾ ബൈ P2 ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിന്ന് മാറ്റുന്നത് 2i ഈക്വൽ ടു ഇതാ ഈ മൈനസ് പ്ലസ് ആയി അല്ലേ. അടുത്തത് 1 to -1 എന്ന് -1 to 1 എന്ന് എഴുതി. ഡി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ. നോക്കിക്കോ, ഇനി ടി നമ്മൾ റീപ്ലേസ് ഒന്നും ചെയ്യൂല, നേരിട്ട് ആൻസർ എഴുതും. 2i ഈക്വൽ ടു പൈ ഇൻറ്റു 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അതാ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബിക്കംസ് -1 to 1. 2i ഈക്വൽ ടു പൈ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് -1. ഓക്കെ അല്ലേ. 2i ഈക്വൽ ടു പൈ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ഞാൻ എങ്ങനെ എഴുതിയെന്ന് അറിയോ? ടാൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് x ആണ് നമുക്കറിയാം. അത്ര ഉള്ളൊരു കൺസെപ്റ്റ് വെച്ച് ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ മാറ്റി എഴുതി. ടാൻ എവിടെയാണ് 1 ആവുന്നത്? പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് പെട്ടെന്ന് പറയാം. ടാനിൻ്റെത് π/4 ല പ്ലസ് വീണ്ടൊരു π/4, π/4 പ്ലസ് π/4 എന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2i ഈക്വൽ ടു പൈ ഇൻറ്റു π/2 എന്ന് വരും. പൈ ഇൻറ്റു π/2 അല്ലേ. 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ അര അല്ലേ. അപ്പോൾ 1/4 പൈ പ്ലസ് 1/4 പൈ ഈക്വൽ ടു അര പൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇത് എന്തായി നേരെ അങ്ങോട്ട് പോയി ഈക്വൽ ടു പൈ ഇൻറ്റു പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇസ് ദ ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്യേണ്ടി വന്നു. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, പോരാ സബ്സ്റ്റിറ്റ്യൂഷനും കൂടി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. കുറേ എക്സാമിന് വരിവരിയായിട്ട് ചോദിച്ചിട്ടില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ്റഗ്രൽ 0 to π x sin x by 1 plus cos square x. അടുത്തത് ഇൻ്റഗ്രൽ ഓഫ് 0 to π 1 plus sin x. ഇൻ്റഗ്രൽ 0 to π 1 plus sin x. ഇതും നേരിട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രോപ്പർട്ടി 4n അപ്ലൈ ചെയ്യാം. ബൈ പ്രോപ്പർട്ടി 4 and 5 അല്ലേ. ഓക്കെ, പ്രോപ്പർട്ടി 5. അപ്പോൾ i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π x dx ഓൾ ഡിവൈഡഡ് ബൈ 1 plus sin x. x dx ഓൾ ഡിവൈഡഡ് ബൈ 1 plus sin x എന്നുള്ള മോഡലല്ലേ. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π x എന്നുള്ളത് π മൈനസ് x ഡിവൈഡഡ് ബൈ 1 പ്ലസ് sin π മൈനസ് x sin π മൈനസ് x ഇൻറ്റു ഡി എക്സ്. sin π മൈനസ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇൻ്റഗ്രൽ 0 to π പൈ മൈനസ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ sin π മൈനസ് എക്സിൻ്റെ വാല്യൂ sin x തന്നെയാണ്. ഇൻ്റഗ്രലിൽ സ്പ്ലിറ്റ് ചെയ്തതാ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. ഇൻ്റഗ്രൽ ഓഫ് 0 to π i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π നോക്കട്ടാ. i ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π പൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് sin x മൈനസ് ഇൻ്റഗ്രൽ 0 to π എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് sin x. ഈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐ തന്നെയാണ് അല്ലേ. എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് ഐ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്താൽ ഇതിന് മുഴുവനായിട്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ, ആ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ അത്. അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 1 ഇതാ ഈ ഐ ഇങ്ങോട്ട് വന്നാൽ 2i. ഓക്കെ അല്ലേ. ഞാൻ ഇവിടെ ഇങ്ങനെ ഐ ഇട്ടിട്ട് ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങോട്ട് എഴുതുണ്ടല്ലോ, നേരിട്ടിട്ട് ഇങ്ങോട്ട് എഴുതി i പ്ലസ് i 2i ഇൻ്റഗ്രൽ 0 to π. ഈ പൈന് ഇങ്ങോട്ട് പുറത്തേക്ക് എഴുതി. ഇവിടെ നോക്കട്ടാ, ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് sin x. ഓക്കെ അല്ലേ. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലും താഴെയും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൈനസ് sin x ഡിവൈഡഡ് ബൈ 1 മൈനസ് sin x മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പൊ എന്താ ഉണ്ടാവുക 2i ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ 1 മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നോക്കിക്കോട്ടാ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് സ്ക്വയർ എക്സ് ആണ് ദാറ്റ് ഈസ് 2i ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്തോ ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് നേരിട്ട് ആൻസർ ആണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 28 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ നോക്കണം 2i ഈക്വൽ ടു പൈ ഇൻറ്റു 0 to പൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും വേണ്ട കോസ് സ്ക്വയർ എക്സ് എന്നുള്ളത് സീക് സ്ക്വയർ എക്സ് സീക് സ്ക്വയർ എക്സിന് കറക്റ്റ് ഉണ്ട് സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ഇൻറ്റു സീക് എക്സ് ഇൻറ്റു ഡി എക്സ് ടാൻ എക്സ് സീക് എക്സിനൊക്കെ കറക്റ്റ് വാല്യൂ ഉണ്ട് 2i ഈക്വൽ ടു പൈ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് സീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക് സ്ക്വയർ എക്സ് മൈനസ് സീക് എക്സ് 0 to പൈ ഓക്കെ അല്ലേ 0 to പൈ നോക്കിക്കോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 2i ഈക്വൽ ടു പൈ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് സിമ്പിൾ ബ്രാക്കറ്റ് റൗണ്ട് ബ്രാക്കറ്റ് ആദ്യം അപ്പർ ലിമിറ്റ് ടാൻ പൈ അടുത്തത് ടാൻ പൈ മൈനസ് സീക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കോ 1 ബൈ കോസ് പൈ കേട്ടോ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിക്കോ കുഴപ്പമില്ലല്ലോ മൈനസ് അടുത്തത് ടാൻ 0 മൈനസ് 1 ബൈ കോസ് 0 ക്ലോസ് ചെയ്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് 2i ഈക്വൽ ടു പൈ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് ടാൻ പൈയുടെ വാല്യൂ ടാൻ പൈ എന്ന് പറഞ്ഞാൽ ടാൻ 0 0 ദെൻ നെക്സ്റ്റ് വൺ അടുത്തത് ടാൻ പൈ അല്ലേ ടാൻ പൈ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് അല്ലേ സൈൻ ഓരോ പൈയിലും എന്തായിരിക്കും 0 ആയിരിക്കും ടാൻ ഓരോ പൈയിലും 0 ആയിരിക്കും അപ്പോൾ 0 മൈനസ് 1 ബൈ കോസ് പൈ എന്ന് പറഞ്ഞാൽ 1 ബൈ മൈനസ് 1 കേട്ടോ കോസ് പൈയുടെ വാല്യൂ മൈനസ് 1 ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് മൈനസ് ടാൻ 0 0 മൈനസ് മൈനസും പ്ലസ് 1 ബൈ കോസ് 0 1 2i ഈക്വൽ ടു ശ്രദ്ധിക്കേട്ടാ പൈ ഇൻറ്റു ഈ മൈനസ് ഇതിനെന്ത് ചെയ്യും പ്ലസ് ആക്കും അപ്പൊ അത് കട്ടായി പോകും 1 ബൈ 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 2i ഈക്വൽ ടു പൈ ഇൻറ്റു 2 ഇത് രണ്ടും കട്ടായി i ഈക്വൽ ടു ആൻസർ ബിക്കംസ് പൈ സിമ്പിൾ അല്ലേ ആൻസർ ഈക്വൽ ടു പൈ എന്നുള്ള ഒരു ആൻസറിലെത്തി വേഗം കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ